അപ്പോ ഞാൻ ഇറങ്ങുന്നു. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എത്രയും വേഗം വിവാഹം നടത്തി ഇവളെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴേ ആ വീടിന് ഒരു ഉണർവുണ്ടാവും. അപ്പോ മുത്തശ്ശിയുടെ മാധവനോട് ഈ മാധവൻ പറഞ്ഞതുപോലെ അടുത്ത വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വിഷ്ണുവിന്റെയും അമ്മുവിന്റെയും വിവാഹം. അതങ്ങ് കളം വെച്ചാ. ആദ്യമായിട്ടാ നീ ഇതൊക്കെ പിടിക്കുന്നത്. ഏട്ടന്റെ കല്യാണം തീരുമാനിച്ചത് നീ ഇങ്ങനെ പുകോട്ടിട്ട് ഒരു കാര്യവുമില്ല. ഓ, അല്ലെങ്കിൽ ഏട്ടനല്ലല്ലോ ഇപ്പോ. അവൻ തന്നെ ആരാന്നറിയാത്ത അവസ്ഥയിലാ ഇപ്പോ. അല്ല മച്ചാനിപ്പോ എന്താ വേണ്ടേ? ആ കല്യാണം നടക്കാൻ പാടില്ല, അത്രല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ശരിയാക്കി തന്നാ പോരെ? നീ ഓരോന്ന് പറഞ്ഞ അവന്റെ മനസ്സ് മാറ്റരുത് കേട്ടോ. പുര കത്തുമ്പോ വാഴ വെട്ടണ്ട പുല്ലേ. നീ എന്തിനാ ചൂടാവണേ? ഞാൻ മച്ചാനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞല്ലേ. കത്തുന്ന പുരയെന്ന് വാഴയെങ്കിലും വെട്ടിയാ അത്രയും ലാഭം. അതെങ്കിലും കത്താണ്ട് കിട്ടൂലേ? നിന്നെ ഞാൻ സഹായിക്കാം. എന്റെ അടുത്ത് അതിനുള്ള മരുന്നുണ്ട്. അവനെ നമുക്ക് തട്ടാം. ഇത്ര ധൃതിപ്പെട്ട് അവിടെ പോയി ഒരു തീയതി നിശ്ചയിക്കണ്ടായിരുന്നു. എല്ലാം ഒന്ന് സമാധാനമായി അനിയൻകുട്ടനോടും സംസാരിച്ച്. എന്തിനു സംസാരിക്കണം? എല്ലാവരോടും പനങ്ങി നടക്കല്ലേ അവൻ. നടക്കട്ടെ. ഇനി തീയതി ഒന്നും മാറ്റണ്ട. നിന്റെ വിവാഹം നടക്കട്ടെ. അവനുണ്ടാക്കിയ പ്രശ്നം കാരണം നീ ഇത് എത്ര കാലം ലീവ് എടുത്തോണ്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുക? എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? എനിക്ക് എന്റെ മോനെ കാണണം. അവൻ എന്റെ ആരും അന്വേഷിക്കാത്ത. അവനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. അവൻ തന്നെ പോയതല്ലേ. അപ്പൊ സ്വയം വന്നോളൂ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അവൻ എന്തിനാ എങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ചെന്ന് കണ്ടിത്തിരി സ്നേഹത്തോടെ പറഞ്ഞ അവൻ വരും. അല്ലെങ്കിൽ എവിടെയാണെന്ന് പറ, ഞാൻ പോയി കണ്ടോളാം. നീ അങ്ങോട്ടാ? അമ്മ പറഞ്ഞത് നേരെ. അവനില്ലെങ്കിൽ വീട് ശരിയാവില്ല. അവനെ കൊണ്ട് ഞാൻ തിരിച്ചു വരും. അനിയൻകുട്ടൻ ഇവിടെ ഇല്ല, ഇന്ന് വന്നിട്ടില്ല. പിന്നെന്തിനാ നിങ്ങൾ ഓടിയത്? പേടിച്ചോടി പോയതാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. അവനെ കണ്ടിട്ട് കുറെ ദിവസമായി. എവിടെ ആണെങ്കിലും അവനെ ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളാണ് അവനെ ഒളിപ്പിച്ചു വെച്ചതെന്ന് ഞാൻ അറിഞ്ഞാൽ പിച്ച് കീറും ഞാൻ എല്ലാത്തിനെയും. അവനെ നീ എവിടെ ഒളിപ്പിച്ചത്? നിന്നെ സാറ് കണ്ടോ? ഇട്ട വിഷത്തോടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അമ്മ അച്ഛനും ജീവനോട് ഇരിപ്പുണ്ടോന്ന് പോലും അവൻ അറിയണ്ട. മോനെ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ എപ്പോഴാ വന്നേ? നോക്കേ, അനിയൻകുട്ടൻ. വേണ്ട, ആരെയും വിളിക്കണ്ട. എനിക്ക് ആരെയും കാണണ്ട. മോനെ, ഒരിക്കലെങ്കിലും എല്ലാവരുടെ മുമ്പിൽ എനിക്കും ജയിക്കണം. എപ്പോഴും ജയിക്കുന്ന നിങ്ങളുടെ മകനില്ലേ ആ രാജകുമാരൻ, ഇനി ജയിക്കാൻ അവൻ ജീവനോടെ ഉണ്ടാവില്ല. നീ എന്താടാ പറഞ്ഞത്? നീ അവനെ എന്താ ചെയ്തേ? എന്താ ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവൻ വിഷ്ണുവിനെ അപകടപ്പെടുത്താൻ എന്തോ. നീ എന്ത് ദുഷ്ടത്തരാ കാണിച്ചത്? മോനെ, നിന്റെ മനസ്സിലുള്ളത് മുഴുവനും തെറ്റാണ്. അത് നീയല്ല, അവനാണ്. നിന്നെ ഏട്ടനെയാ ഞങ്ങൾ എടുത്ത് വളർത്തിയത്. അവന്റെ അച്ഛനാണ് ആശുപത്രിയിൽ മരിച്ചതുപോലെ ജീവിക്കുന്ന ആ പാവം മനുഷ്യൻ. വേണ്ട, എന്നെ പറ്റിക്കാൻ മാറ്റി പറയണ്ട. എല്ലാം എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല. അവൻ പ്രാർത്ഥിച്ചിട്ടാണ് നീ അനിയനായി എന്റെ വയറ്റിൽ ജനിച്ചത്. എനിക്ക് പറക്കാതെ പോയ എന്റെ മകനാണ് അവൻ. എന്റെ പ്രാണനാ. മനസ്സിലായോ? മനസ്സിലായോ നിനക്ക്? സ്വന്തം മകനായ നിന്റെ മുമ്പിൽ എടുത്തു വളർത്തിയ വിഷ്ണു ഒറ്റപ്പെട്ടു പോവാതിരിക്കാനാ ഞങ്ങൾ അവനെ ഹൃദയം തുറന്ന് സ്നേഹിച്ചത്. അതെല്ലാം നീ തെറ്റിദ്ധരിച്ചു. സത്യം പറഞ്ഞാൽ നീ കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെ അവനും ചെയ്യും. അതാ എല്ലാം മറച്ചു വെച്ചത്. പറ, നിന്റെ ഏട്ടനെ നീ എന്താ ചെയ്തത്? ഞാനല്ല, അവരെന്തോ. കേക്കണ്ട, കടന്നു പോയവിടുന്ന്. അവനില്ലാതെ നീ ഇല്ല. ഞങ്ങൾക്ക് 2 മക്കളില്ല. 2 ചേർന്നുള്ള ഒറ്റ മകനേ ഉള്ളൂ. വേണ്ടടാ, പൊയ്ക്കോ. ഇത് നിന്നെ ഞങ്ങൾക്ക് കാണണ്ട.
അവനെ നമുക്ക് തട്ടാം. അതവൻ ചുമ്മാ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചായിരിക്കുന്നേ. കൊച്ചച്ഛൻ വിഷമിക്കാതിരിക്കേ, വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ല. ഞാനിത് അന്വേഷിക്കാം. ഓ. ഞാനൊരു സ്ഥലം വരെ പോവാ. ആ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയേക്കാം. അതെങ്ങനെ മുതലാളി ഓഫാക്കുന്നേ? തല്ലി പൊട്ടിക്കുക, അപ്പൊ ഓഫാവും. മനോജ്, പ്രമോദ്, വാതിൽ തുറക്ക്. കൊച്ചേട്ടനില്ലേ? ഇല്ല, ഒരു ഫോൺ വന്നിട്ട് ഇപ്പൊ സ്കൂട്ടർ എടുത്ത് പോയി. അനിയൻകുട്ടൻ ഇവിടെ വന്നോ? ഇല്ല സർ. ഏട്ടനെവിടെ? ഇപ്പൊ പോയല്ലോ. എന്റെ അമ്മു, അനിയൻകുട്ടനെ കാണാനുള്ള വരവാ. അവൻ ഇവിടെ എങ്ങും ഇല്ല, തപ്പിയാലും കിട്ടില്ല. എന്താ ഒരു ധൃതി? നിങ്ങൾ അനിയൻകുട്ടനെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. കോളേജിൽ വന്നിട്ടില്ല. 2-3 ദിവസമായിട്ട് ആബ്സെന്റ് ആണല്ലോ. കുറച്ചു ദിവസമായിട്ട് വീട്ടിലും വന്നിട്ടില്ല. ചെറിയൊരു പിണക്കമുണ്ട്. എനിക്ക് അവനെ ഒന്ന് കണ്ടേ പറ്റൂ. രക്ഷപ്പെട്ടു. ഒരു കൂട്ടം മരണം ഒഴിവായി. മച്ചാൻ ഹേയ്, സംഗതി ക്ലീൻ. നിന്റെ ഏട്ടൻ കാർ എടുത്തോണ്ട് ഇപ്പൊ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ഇനി തിരിച്ചു വരില്ല. വേണ്ട, എനിക്ക് എന്റെ ഏട്ടനെ കൊല്ലണ്ട. നീ പറഞ്ഞിട്ടല്ലേ ചെയ്തത്? തെറ്റുപറ്റിയതാ. എനിക്ക് ഏട്ടനും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട്. ഏട്ടൻ പാവ, കൊല്ലരുത്. നീ എന്താ ചെയ്തേ? രക്ഷിക്കണം. എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ ഏട്ടന്റെ കാര്യം പോക്കാ. രക്ഷിക്കണം. എനിക്ക് ഏട്ടനെ കൊല്ലണ്ട. എന്താണ് ചെയ്തത്? പറയടാ. മച്ചാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ? എന്താണ് നീ ചെയ്തത്? കാണിക്കണേ. എന്താ ഇത്? അനിയൻകുട്ടാ, കാറിൽ എന്താ ചെയ്തത്? ഞാൻ ആ കാറിൽ ബോംബ് വെച്ചു. വിഷ്ണു നമ്മുടെ എസ്റ്റേറ്റിലോട്ടാണ് പോയത്.
എന്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചവനാ ഞാൻ. ശിക്ഷിക്കാം, എങ്ങനെ വേണേലും ശിക്ഷിക്കാം. എല്ലാം എന്റെ തെറ്റാ. അങ്ങനെ എല്ലാ തെറ്റുകളും ഒന്നിച്ചങ്ങ് ഏറ്റെടുത്ത് നീ വലിയ ആളാവണ്ട. എനിക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാം തെറ്റ് പറ്റിയിട്ടുണ്ട്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്തെന്നിരിക്കും. എന്നാലും എന്റെ മരണം മുന്നിൽ കണ്ടപ്പോ നീയും എന്നെ രക്ഷിക്കാൻ ഓടി വന്നില്ലേ? അത് മതി, അത് മതി. ആർക്ക് ജനിച്ചാലും ആര് വളർത്തിയാലും നീ എന്റെ അനിയനാ. ഈ ജന്മം എനിക്ക് നീ കഴിഞ്ഞ എന്തുകൊള്ളു? അങ്ങനെയല്ല ഏട്ടാ, അങ്ങനെയല്ല. അയ്യോ മോനെ, നീ എന്താ പറയാൻ വന്നത്? അത് പിന്നെ എനിക്ക് മനസ്സിലായി. പറയാൻ തുടങ്ങിയത് കല്യാണിയുടെ കാര്യമല്ലേ? നീ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അവക്ക് ഞാനാ വാക്ക് കൊടുത്തത്. നമ്മളിങ്ങനെ വേഷം കെട്ടി നിന്നിട്ട് ഒരു കാര്യവുമില്ല. പെണ്ണുങ്ങൾ ഇറങ്ങാതെ പോകാൻ പറ്റുമോ? കല്യാണം കഴിച്ചോടെ കാലി ചങ്ങല വീണ മാതിരിയായി. നീ കാരണം എനിക്ക് ഇത്ര പെട്ടെന്ന് അമ്മൂനെ കെട്ടേണ്ടി വന്നത്. ഏട്ടൻ കാരണം ഇത്ര പെട്ടെന്ന് കല്യാണം എന്റെ തലയിൽ കയറി. ആരെങ്കിലും പറഞ്ഞ പോയി വാക്ക് കൊടുക്കാൻ? അമ്മേ ഞങ്ങൾ റെഡി. ദേ വരുന്നുണ്ട്. എല്ലാരും കൂടി ഓടിക്കറിയ എങ്ങനെ? ഞങ്ങൾക്കും കയറണ്ടേ? ഉദ്ഘാടനത്തിന് ഞാനും എന്റെ ഭാര്യയും ഉണ്ടേ.